നമസ്കാരം. എല്ലാവർക്കും എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. സുധാ ദേവി കൊലക്കേസ് അത് ഇപ്പം പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ചെയ്യാനായിട്ടാണ് ഇപ്പോൾ ഞാൻ വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ചെയ്യണമെന്ന് കുറേ ഇത് കാണുന്ന അന്ന് മുതൽ എനിക്കൊരു ഇത് തോന്നിയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് ആസൂത്രണം ചെയ്ത കൊലപാതകമാണെന്നാണ് പറയുന്നത്. പക്ഷേ സുധയിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ഷാജി ചെയ്ത ഒരു പണിയാണ്. അതായത് കോട്ടയം ചിങ്ങമരം സ്വദേശിയാണ് ഈ സുധ. കോട്ടയത്തുനിന്ന് എറണാകുളത്ത് തന്നെയാണ് ഇപ്പോൾ താമസം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മയുടെ ചികിത്സാ ചെലവിനൊക്കെ ആയിട്ട് അവിടെ അമ്മയ്ക്ക് എന്തോ ഒരു രോഗമൊക്കെ ഉണ്ട്. അപ്പം ഈ അമ്മയുടെ ചികിത്സയുടെ കാര്യങ്ങൾക്കായിട്ട് ഹോസ്പിറ്റലിൽ പോകാനുള്ള എളുപ്പത്തിന് എറണാകുളത്താണ് താമസിക്കുന്നത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ വർഷങ്ങളായിട്ടുള്ള ഒരു പരിചയം, അത് പിന്നെ അമ്മ വഴിയുള്ള പരിചയമാണ് ഈ ഷാജി ഈ യുവതിയിലേക്ക് എത്തിയത്. കാരണം മുൻ കോടതി ജീവനക്കാരായിരുന്ന ഈ പ്രതിയും ഈ മരിച്ച യുവതിയുടെ അമ്മയും ഒരു മുൻ കോടതി ജീവനക്കാരിയാണ്. അപ്പോൾ ആ നിലയിൽ അങ്ങനെയുള്ള പരിചയമാണ് ഈ മകളിലോട്ട് ഷാജി എത്തുന്നത്. അങ്ങനെയാണ് ഈ യുവതിയുമായിട്ട് പരിചയമാകുന്നതും പ്രണയമാകുന്നതും. അവർ തമ്മിൽ പല ഇതും നടന്നിട്ടുണ്ടാവും. അതുതന്നെ മാത്രമല്ല, ഈ 20 വർഷത്തോളം ഇവർ ഈ പ്രണയം കൊണ്ടു നടക്കുന്നെന്ന് പറഞ്ഞു. ഈ പ്രണയം അന്ന് മുതലുള്ള ആ പരിചയം. അപ്പോൾ അത് പിന്നെ വലിയ സൗഹൃദമായി വളർന്നതിന് ശേഷം ഇവർ ഒരുമിച്ചുള്ള ജീവിക്കാൻ ഉള്ള ഇതൊക്കെയാണ്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഈ ബന്ധം വളർന്നു ഇവരുടെ വീട്ടുകാർ തമ്മിൽ അറിഞ്ഞു. അത് പിന്നെ ഒരു പ്രശ്നമായി. അപ്പോൾ അത് ഷാജിയുടെ കുടുംബജീവിതത്തെ അത് ബാധിക്കും. അപ്പോൾ അതിനു വേണ്ടിയാണ് ഷാജി ഈ പണി ചെയ്തത്. അപ്പം എന്താണെന്നുള്ളത് നമുക്ക് ആ CCTV കണ്ടാൽ അറിയാം. അതിൻ്റെ നമുക്ക് ആ വീഡിയോ ദൃശ്യം കാണാം. ന്യൂസിലൊക്കെ പറയുന്നത്, ഏഷ്യാനെറ്റും പറയുന്നത്, അപ്പം പത്രങ്ങളിലും പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. അപ്പം എന്താണ് ആ വീഡിയോ ഒന്ന് കാണാം. എന്തായാലും കൊലപാതകം തന്നെയാണ്. ശരി, എന്നാൽ നമുക്ക് ആ വീഡിയോ കാണാം. ഒപ്പം തത്സമയം ചേരുന്നുണ്ട് അഖില. ഇന്നലെ ആദ്യം ആ സ്പോട്ടിലെത്തിയ ആളാണ് അഖില. 63 വയസ്സുകാരനായ പ്രതിയും 46 വയസ്സുള്ള മരിച്ച സ്ത്രീയും തമ്മിൽ 20 വർഷത്തോളമായുള്ള സൗഹൃദത്തിൽ ഇരുവരും അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടായ സംസാരത്തിൽ പെട്ടെന്നുള്ള ഉലച്ചിലിൽ കൊല സംഭവിച്ചു പോയതാണെന്ന് പ്രതി പറയുന്നു. അതാണോ അതോ വളരെ ആസൂത്രിതമായി ഇവരെ കൊലപ്പെടുത്തി അതിനുശേഷം ട്രാക്കിൽ തള്ളിക്കഴിഞ്ഞാൽ ട്രെയിൻ കയറി മരിച്ചതാണെന്ന് കരുതിക്കോളും, പക്ഷേ വണ്ടി ഓടാത്ത പാളത്തിലായി പോയി അബദ്ധം പറ്റിയതാണോ? അതെ, അത് അബദ്ധം പറ്റിയത് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇന്നലെ നമ്മൾ ആ ഞെട്ടലോടെയാണ് ദൃശ്യങ്ങൾ കണ്ടത്. പക്ഷേ ഇവർ തമ്മിൽ 20 വർഷത്തെ സൗഹൃദമാണുള്ളത്. കഴിഞ്ഞ കുറച്ച് നാളുകളായി ആ ബന്ധത്തിൽ ഉലച്ചിൽ വന്നിരുന്നു. ഇവരുടെ വ്യക്തിബന്ധങ്ങളെ വരെ ഈ സൗഹൃദം ബാധിച്ചു തുടങ്ങി. അപ്പോൾ ഈ സുധാ ബേബി തനിക്ക് മാത്രമാണ് നഷ്ടങ്ങളും വ്യക്തമാക്കുന്നത്. CCTV ദൃശ്യങ്ങളടക്കം പോലീസിന് ലഭ്യമാക്കാനും കഴിഞ്ഞിട്ടുണ്ട്. PG. അതെ അഖില, 20 വർഷമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. 20 വർഷമായി ഉണ്ടായിരുന്ന ബന്ധത്തിലൊക്കെ ഒരാളെ ഉന്മൂലനം ചെയ്യാൻ എന്താണ് കാരണം? അങ്ങോട്ടും ഇങ്ങോട്ടും തർക്കിച്ചു. ആർക്കാണ് നഷ്ടം? എനിക്കാണ് നഷ്ടം, നിനക്കാണ് നഷ്ടം. ബന്ധത്തിൻ്റെയൊക്കെ അർത്ഥം എന്താണെന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത്. 6 വർഷത്തിലധികം തുടർച്ചയായി നല്ല സൗഹൃദം ഉണ്ടായിക്കഴിഞ്ഞാൽ അത് എന്നേക്കും നിലനിൽക്കുന്ന ബന്ധമാണെന്നൊക്കെ പല തിയറികളും കേട്ടിട്ടുണ്ട്. പക്ഷേ 20 വർഷം നിന്നതിന് ശേഷം പോലും കണ്ടില്ലേ, ഇതാണ് അവിടെ ഉണ്ടായത്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് എല്ലാവർക്കും ഒരു പാഠമായിട്ടാണ്. കാരണം ഈ സുധാ ബേബി വർഷങ്ങളായിട്ട്, അതായത് ഇവർ ഭർത്താവുമായിട്ട് ബന്ധം പിരിഞ്ഞ് ഇവർ താമസിക്കുകയായിരുന്നു. അങ്ങനെയാണ് ഈ ഷാജിയെ കാണുന്നതും ഈ ഷാജിയായിട്ട് പരിചയപ്പെടുന്നതൊക്കെ. അങ്ങനെ ഇവർ പറഞ്ഞു നമുക്ക് ഒരുമിച്ച് ജീവിക്കാം. അതുപോലെ തന്നെ അപ്പോൾ അത് ഷാജിക്ക് തോന്നി അത് ശരിയാകത്തില്ല എന്നുള്ളത്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ സാധാരണ ഈ വയറ്റിലെ കൊലപാതകം നടന്ന സ്ഥലത്ത് ഇവർ എന്നും പിന്നെ മാസത്തിലോ ആഴ്ചയിലൊക്കെ വന്നിട്ട് ഇങ്ങനെ തമ്പടിച്ചിട്ട് അവിടെ തങ്ങി നിന്ന് സംസാരിച്ച് പോകുന്ന ഒരു ടീമാണ്. ഈ കൊല്ലപ്പെടുന്ന അന്ന് രാത്രി തന്നെ ഈ സുധാ ബേബിക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് രണ്ടാളും ഭക്ഷണമൊക്കെ കഴിച്ച് ഹോട്ടലിൽ നിന്ന് ഇറങ്ങി. അങ്ങനെ അവിടെ വന്നതിന് ശേഷമാണ് ഈ വാക്കുതർക്കം ഉണ്ടാകുന്നത്. അപ്പം ഈ വാക്കുതർക്കത്തിൻ്റെ ഇടയിൽ
പ്രതി പറഞ്ഞു നീ എൻ്റെ ജീവിതത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറണം. അപ്പോൾ പറഞ്ഞ് പറ്റത്തില്ല, ഞാൻ നിങ്ങളുടെ കുടുംബം തകർക്കും. അതുപോലെ തന്നെ ഈ സുധാബേബി ഈ സുധാബേബി പല പ്രാവശ്യമായിട്ട് ഈ ഷാജിയെ ഭീഷണിപ്പെടുത്തി വരുന്നത് ഞാൻ ആത്മഹത്യ ചെയ്യുന്നുള്ളത്, അത് വീട്ടിലും അങ്ങനെ പറഞ്ഞിരുന്നു എന്നാണ് പറയുന്നത്, പോലീസ് പറയുന്നത്. അങ്ങനെയാണ്. പിന്നെ ഈ തർക്കത്തിൻ്റെ അന്ന് കുറച്ചപ്പുറത്തൊക്കെ ആൾക്കാർ കൂടി നിൽക്കുന്നുണ്ടോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ തർക്കത്തിൻ്റെ അന്ന് ഷാജിയുടെ ഫോൺ ഈ സുധാദേവി വാങ്ങി എറിഞ്ഞു പൊട്ടിച്ചെന്നാണ് പറയുന്നത്. അപ്പോൾ ആ ദേഷ്യം, ആ പ്രകോപനമാണ് ഈ കൊല നടത്താൻ കാരണം, ഈ സുധാബേബിനെ കൊല്ലാൻ കാരണം എന്ന് പറയുന്നു. എന്തായാലും പോയത് തന്നെയാണ്. പിന്നെ ഞാൻ ഈ പെണ്ണുങ്ങളുടെ കാര്യമൊന്നും ഈ സ്ത്രീകളെ അത്ര പരിശുദ്ധരാണെന്നൊന്നും പറയത്തില്ല. കാരണം സ്വന്തം ഭർത്താവിനെ ഉപേക്ഷിച്ചിട്ടാണ് ഇവർ വേറെ ഈ ഷാജിയായിട്ട് ബന്ധം സ്ഥാപിച്ചത്. ഇനി സ്വന്തം ഭർത്താവുമായിട്ട് കാര്യം തീർത്താൽ തന്നെ മാന്യമായിട്ട് ജോലി ചെയ്ത് ജീവിക്കാനുള്ള പരിപാടി നോക്കണം. അതൊന്നും ചെയ്തില്ല. അപ്പം ഇതിലൊന്നും വിഷമിക്കേണ്ട യാതൊരു കാര്യമൊന്നുമില്ല. അപ്പോൾ ചില ആളുകളോട് പെണ്ണ് പാവം വരുന്നല്ലോ. എന്ത് പാവമുള്ളവരെ അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോൾ നമ്മൾ ഈ പാവം പിടിച്ച് നടക്കുന്നവരാണ് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുന്നത്. ശരിക്കും ഈ പാവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാവം ഈ മര്യാദയ്ക്ക് ജോലി ചെയ്യണം. ജോലി ചെയ്യുന്ന ജീവിക്കുന്ന കുടുംബം പോറ്റുന്നവരാണ് പാവങ്ങൾ. പിന്നെ ഈ ഷാജിക്കും ഭാര്യ 2-3 കുട്ടികളുണ്ടെന്ന് പറയുന്നു. അപ്പം അവർക്ക് ആ ഇവരുടെ കുടുംബജീവിതത്തിലേക്ക് ഇതൊരു ജീവിതത്തിലേക്ക് ഒരു വിള്ളലായിട്ട് വരുന്നതാണ്. അപ്പോൾ ആ ഒരു പ്രശ്നം കൊണ്ട് മാത്രം തന്നെയാണ് ഇത് കൊല്ലാൻ കാരണം. എന്നിട്ടിപ്പം ശരിക്കും ഇവൻ്റെ ആ മാസ്കൊക്കെ അഴിച്ച് ഇവരെ പുറത്ത് നടത്തണം, ആൾക്കാർ കാണണം. എന്തിനാണ് മാസ്ക് വെക്കുന്നത്? പത്രത്തിലൊക്കെ ഇവൻ്റെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ചില ഈ വാർത്തകളിലൊക്കെ ഇവൻ്റെ ഫോട്ടോ കാണിക്കും. പക്ഷേ ഇവൻ ഈ നടന്ന് പോകുന്ന സമയത്ത്, ഇവൻ തെളിവെടുപ്പിനായിട്ട് കൊണ്ടുപോകുന്ന സമയത്ത് വെറും ഈ മാസ്ക് വെച്ചിട്ടാണ് നടക്കുന്നത്. കള്ളന് കഞ്ഞി വെച്ചവനാണെന്ന് പറയണം ഇവനെ ശരിക്കും ഇതേപോലെ ആരെങ്കിലും ഒരുത്തിനെ കൊന്നു കഴിഞ്ഞാൽ വേറൊരുത്തിനെ ഇവനെ കൊല്ലാൻ വേറൊരാളുണ്ടാവും. എന്തായാലും വളരെ കഷ്ടമായിപ്പോയി. പക്ഷേ അങ്ങനെ ആശ്വസിക്കാം. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ പെണ്ണുങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്. നമ്മൾ ഒരുത്തിൻ്റെയോടൊപ്പം ഒരു കാരനെ ചിരിച്ചു കാണിച്ചു കഴിഞ്ഞാൽ അപ്പം ഇറങ്ങി ഓടുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മനസ്സിലായില്ലേ? ഇനിയും പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. അപ്പോൾ പോലീസും പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ഇയാളുടെ ജീവിതത്തിൽ അത് ഒരു കുടുംബജീവിതത്തെ ബാധിക്കുന്ന രീതിയിലാണ്. അപ്പോൾ അതിന് അയാൾ ഒഴിവാക്കി ഇപ്പം പൂർണ്ണമായിട്ട് ഒഴിവാക്കി. അതായത് കൊന്നു എന്നുള്ളതാണ് പോലീസ് പറഞ്ഞതിൻ്റെ. അപ്പോൾ ആ വീഡിയോയിൽ കൂടി നമുക്കത് കാണാം. മനസ്സിലായില്ലേ? അപ്പോൾ ഇത്രയൊക്കെയാണ് സംഭവങ്ങൾ. നമ്മൾ പ്രതിനെ ഇന്നലെ കസ്റ്റഡിയിൽ എടുത്തതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ റിമാൻഡ് ചെയ്യും. മോട്ടീവ് ഒരുപാട് വർഷമായിട്ടുള്ള റിലേഷൻഷിപ്പാണിത്. അപ്പോൾ ആ റിലേഷൻഷിപ്പ് പ്രതിയുടെ ഫാമിലി ബന്ധത്തിനെ അഫക്റ്റ് ചെയ്യും എന്നുള്ള നിലയ്ക്ക് വന്നപ്പം ഇദ്ദേഹം ഒഴിവാക്കാൻ ശ്രമിച്ചതാണ്. ഒഴിവാക്കി ചെയ്തു. തലയ്ക്കല്ല, ആള് ഫിസ്റ്റ് വെച്ചിട്ട് തന്നെ ഇടിച്ചതാണ്. മൂക്കിനിട്ട് ഇടിച്ചിട്ടുണ്ട്, നല്ല രീതിയിൽ ഇടിച്ചിട്ടുണ്ട്. കണ്ണിനും മൂക്കിനും തലയ്ക്കിട്ടും ഒക്കെ. വേറെ വെപ്പണൊന്നും ഇല്ല, ഫിസ്റ്റ് തന്നെയാണ്. തെളിവുകളെല്ലാം ശേഖരിക്കാൻ പറ്റിയിട്ടുണ്ടോ? ഷർട്ടൊക്കെ? അതെ. ഷർട്ടും ബാക്കി ബ്ലഡ് സ്റ്റെയിന് ഇവിടെ ഉണ്ടായിരുന്ന, നമ്മുടെ സീൻ ഓഫ് ക്രൈമിൽ ഉണ്ടായിരുന്ന ബ്ലഡ് സ്റ്റെയിനും ബാക്കി വെഹിക്കിൾ അതെല്ലാം കളക്ട് ചെയ്തിട്ടുണ്ട്. ഐ വിറ്റ്നസ് ആരും ഉണ്ടായിട്ടില്ല. ഇവിടെ വെച്ചാണ്. ഇവിടെ അവരിവിടെ ഡിസ്കഷന് വേണ്ടി വന്നതാണ്. ഇവരിടയ്ക്ക് ഇങ്ങനെ മീറ്റപ്പ് ചെയ്യുന്നതാണ്. വൺസ് ഇൻ 2-3 months ഇവര് മീറ്റ് ചെയ്യുന്നതാണ്. അപ്പൊ അതിന്റെ ഭാഗമായി വന്നതാണ്. ആ ആർഗ്യുമെന്റ്സ് ഇല്ല, ഇവിടെ വന്ന് കാറിൽ കയറി ഇവിടെ കറങ്ങാൻ വന്നു എന്നാണ് പറഞ്ഞത്. ഇയാൾ മാത്രം തന്നെയാണോ പ്രതി, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലും റോള്? ഇല്ല, ഇയാൾ മാത്രമാണ്. താങ്ക് യു. യെസ്, അതായത് പോലീസ് വളരെ കൃത്യമായി പറയുന്നത് പ്രതി ഒറ്റയ്ക്കാണ് ഈ കൃത്യം നിർവഹിച്ചത്. ഏതെങ്കിലും തരത്തിലുള്ള ആയുധങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. മർദ്ദിച്ച് കൊലപ്പെടുത്തുന്നു, പ്രത്യേകിച്ച് തലയ്ക്ക്, മുഖത്ത്, അവിടെ തന്നെയായിരുന്നു മർദ്ദനം എന്നാണ്. ഡാനി, വ്യക്തമായി തന്നെ പോലീസ് പറയുന്നു ഈ കൊലപാതകം ഒറ്റയ്ക്ക് നിർവഹിച്ചതാണ്. കൊലയുടെ കാരണത്തിലേക്ക് കൂടി അവർ പറഞ്ഞു വെക്കുന്നുണ്ട്. അതായത് പ്രതിയുടെ ജീവിതത്തെ പ്രതികൂലമായി ബാധിക്കുന്ന തരത്തിലേക്ക് സാഹചര്യം എത്തിയപ്പോൾ ബോധപൂർവമായി നടത്തിയ കൊല, അങ്ങനെയാണല്ലോ ഇപ്പോൾ പോലീസ് പറയുന്നത്.
അഭിലാഷ അത് തന്നെയാണ്. കാരണം ബോധപൂർവമായി നടത്തിയ കൊല എന്ന് പറയുമ്പോൾ പോലും ഇന്നിപ്പോൾ DCP അശ്വതി ജിജു പറയുന്ന ഒരു കാര്യമുണ്ട്. അതിൽ കുടുംബത്തെ ബാധിക്കുമെന്ന രീതിയിലേക്കെല്ലാം തന്നെ കാര്യങ്ങൾ വരുമ്പോൾ പോലും ഇന്നലെ അത് ഇവിടേക്ക് വിളിച്ചു കൊണ്ടുവരുമ്പോൾ പോലും കൊല നടത്തണം എന്ന രീതിയിലേക്ക് ഒരു ഉദ്ദേശത്തോടുകൂടി എത്തിയതല്ല. പക്ഷേ ഇന്നലെ വാക്ക് തർക്കം മുറുകുമ്പോൾ തന്നെയാണ് ഈ രീതിയിലേക്ക് അത് കൊലപാതകത്തിൽ ചെന്ന് അവസാനിക്കുകയായിരുന്നു. പക്ഷേ ഇയാൾക്ക് ഇങ്ങനെയൊരു മോട്ടീവ് ഉണ്ടായിരുന്നു. കാരണം എന്താണ് സംഭവിക്കുന്നത്, ഇത് തന്റെ കുടുംബത്തെ ബാധിക്കുമെന്ന രീതിയിലേക്ക് കഴിഞ്ഞ കുറച്ച് നാളുകളെ ഒരു അസ്വസ്ഥതയുള്ള രീതിയിലേക്കെല്ലാം തന്നെ പോകുമ്പോൾ അത് ഇന്നലത്തെ സംസാരം ഒരു കൊലപാതകത്തിലേക്ക് എത്തുമെന്ന് അയാൾ കരുതിയിരുന്നില്ല. പക്ഷേ അത് അങ്ങനെ സംഭവിക്കുകയായിരുന്നു. കയ്യിൽ ആയുധങ്ങളോ മറ്റൊന്നും തന്നെ കരുതിയിരുന്നില്ല. കൈകൊണ്ട് ഇടിച്ച് അവരുടെ മുഖത്ത് സാരമായ രീതിയിൽ തന്നെ പരിക്ക് വരുത്തുകയും ചെയ്തിരുന്നതിന് ശേഷമാണ് ഈ രീതിയിലേക്ക് എത്തുകയും എല്ലാം തന്നെ ചെയ്യുന്നത്. ഏതായാലും ഇപ്പോൾ പോലീസിന്റെ ഒരു നടപടിക്രമങ്ങളടക്കം ഏതാണ്ട് പൂർത്തിയായിരിക്കുന്നു. പോലീസ് സംഘം അച്യുതി DCPയും മറ്റ് ACP അടക്കമുള്ള സംഘം ഇപ്പോൾ ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം വൈകാതെ തന്നെ ഇവിടെ നിന്ന് പ്രതിയെ ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്യുന്നു. ഇന്ന് പ്രാഥമികമായി ഇത്തരം തെളിവെടുപ്പ് കാര്യങ്ങളും എല്ലാം തന്നെ പൂർത്തിയാക്കിയതിനു ശേഷം വീണ്ടും ഒരുപക്ഷെ കസ്റ്റഡിയിൽ ആവശ്യപ്പെടാനുള്ളൊരു സാധ്യത കൂടിയുണ്ട്. ഏതായാലും പോലീസ് തെളിവെടുപ്പ് പൂർത്തിയാക്കുന്നു. വളരെ ഒരു ദിവസം പോലും എടുക്കാതെ തന്നെ ഇത്തരം ഇതിലേക്ക് പ്രതിയിലേക്കെല്ലാം തന്നെ പോലീസിന് എത്താൻ സാധിച്ചു എന്ന് തന്നെയാണ്. നിലവിൽ ഇയാൾ നൽകിയിരിക്കുന്ന മൊഴിയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് പോലീസ് മുന്നോട്ട് പോകുന്നത്. അത് ആ രീതിയിൽ തന്നെയാണ് തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളും നിലനിൽക്കുന്നത്. ഇയാൾ പോലീസിനോട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ അത്രയും പോലീസ് ശരിവെക്കുകയും ചെയ്യുന്നുണ്ട്. നിലവിൽ നൽകിയിരിക്കുന്ന തെളിവുകൾ, നിലവിൽ ഇയാൾ നൽകിയിരിക്കുന്ന മൊഴികൾ ഇതെല്ലാം ഈ സംഭവത്തോട് ചേർന്ന് നിൽക്കുന്നത് തന്നെയാണ്. മറ്റൊരാളും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരുന്നില്ല. ഇന്നലെ കഴിഞ്ഞ ദിവസം രാത്രി അവർ ഭക്ഷണം കഴിച്ചതിന് ശേഷം കാറിൽ ഇവിടേക്ക് വരികയായിരുന്നു. ഈ സ്ഥലത്ത് ഇവർ ഇതിനു മുൻപും പലതവണ വന്നിട്ടുണ്ട്. മാസത്തിൽ 2-3 തവണയെല്ലാം ഇവരുടെ ഒരു മീറ്റപ്പുകൾ ഉണ്ടാകാറുണ്ട്. അതിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അവരതും കരുതിയിരുന്നത്. പക്ഷേ ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു. അത് പറഞ്ഞ് സംസാരിക്കാമെന്ന രീതിയിലേക്കാണ് ഇവിടേക്ക് വന്നത്. പക്ഷേ ഇനിയെങ്കിലും ആളുകൾ ശ്രദ്ധിക്കുക. പെണ്ണുങ്ങളായാലും സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഒക്കെ, കുട്ടികളായാലും കൗമാരക്കാരായാലും ഒക്കെ ശ്രദ്ധിക്കേണ്ട കാര്യം. ആരെ എത്ര പറഞ്ഞു കഴിഞ്ഞിട്ടും കാര്യമില്ല. പിന്നെ ഇത് ഇങ്ങനെ നടക്കുന്നത് തന്നെ. പിന്നെ ചിലർ പറയുന്നു എറണാകുളത്താണ് കൂടുതൽ കൊലപാതകങ്ങൾ നടക്കുന്നത്. എറണാകുളത്ത് നിന്ന് എവിടെ പോയി കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ആളുകളുണ്ടെന്നുണ്ടെങ്കിൽ ഈ പ്രണയപ്പകയാണ് അധികം കൊല നടത്താനുള്ള കാരണം, കൊലപാതകത്തിന് കാരണം. മനസ്സിലായില്ല. ചിലർ പറയുന്നതൊക്കെ എറണാകുളത്ത് പോയാലേ പേടിക്കേണ്ടിയുള്ളൂ, കേരളത്തിൽ എവിടെയും പോയാൽ പേടിക്കണം എന്ന് പറഞ്ഞ ബാംഗ്ലൂരിൽ പോയാൽ പേടിക്കണ്ട. ബാംഗ്ലൂർ ഇതിൻ്റെ അപ്പുറമാണ്. ബാംഗ്ലൂരും തിരുവനന്തപുരവും ലോകത്തിൻ്റെ ഏത് മൂലയ്ക്കും രാജ്യത്തിൻ്റെ ഏത് മൂലയ്ക്കും ഉണ്ട് ഇതുപോലുള്ള സംഭവങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷേ ഈ കേരളത്തിലാണെന്നും തോന്നുന്നു ഇപ്പോൾ കൂടുതലായിട്ട് നടക്കുന്നത്. തമിഴ്നാട്ടിലും ഉണ്ടാവും. പക്ഷേ തമിഴ്നാട്ടിലൊന്നും ഇത്ര തന്നെ കേൾക്കാനില്ല. കർണാടകത്തിലും ഉണ്ടാവും. കാരണം എവിടെയെങ്കിലും കറ്റ മൂലയ്ക്കായിട്ട് ഏതെങ്കിലും കാലത്ത് 1-2 ഒക്കെ കൊലപാതകങ്ങൾ നടക്കും. പക്ഷേ ഇതിപ്പോൾ കൽപ്പിച്ച് കൂട്ടിയിട്ട് ഇവർ തന്നെ ഉണ്ടാക്കിയത് ഒരു പ്രശ്നമാണ്. ഇയാൾ കൈയായിട്ട് ചുരുട്ടിട്ടാണ് ഇവരെ ഇടിച്ച് കൊന്നതെന്ന് പറഞ്ഞു. എന്തായാലും സംഗതി ഇപ്പോൾ കുളമായി. ഇനിയിപ്പോൾ ഷാജിക്ക് ചിലപ്പം ഇരുമ്പഴി കിടക്കാം. ചിലപ്പോൾ എന്നല്ല, കൊലപാതക കേസിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. അത് എന്തായാലും ഇപ്പം പോലീസ് തെളിവെടുപ്പിൻ്റെ ശേഷം തീരുമാനമാക്കും. ശരിയെന്ന് നിർത്തുന്നു നോക്കെ.